ഞാൻ പറഞ്ഞില്ലേ കൂടോത്തര കോൺഗ്രസ്സാണത്. കൂടോത്തര കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില്ലറയായിട്ട് കണക്കാക്കരുത്. അത് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രശ്നം ഉണ്ടാകും. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്താ? കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര കുഴപ്പം ശക്തിപ്പെട്ടു. ഇനി ആ ആഭ്യന്തര കുഴപ്പം കൂടിയും വന്നു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനറിയാം, മുസ്ലിം ലീഗിനാണെങ്കിൽ ഒരു ദിവസം ഇനി ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല അവരുള്ളത്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു വ്യാമോഹവും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ശശി തരൂരാണ്. ശശി തരൂരിനെ കുറിച്ച് CPM-ന്റെ മുതിർന്ന നേതാവായ AK ബാലനോട് ഇന്ന് സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സുവ്യക്തമാണ്. തരൂർ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയമാണ്. മാത്രമല്ല CPM-ഉമായിട്ട് അതിനെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. തരൂർ CPM-നെ കുറിച്ചും CPM-ന്റെ അജണ്ടകളെക്കുറിച്ചും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിൽ തരൂർ പറഞ്ഞ ഒരു കാര്യത്തിൽ ആ കാര്യത്തിന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ CPM-ആയിട്ട് കൂട്ടിക്കെട്ടേണ്ട കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെന്ന് വ്യക്തമായിക്കൊണ്ടാണ് AK ബാലൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ശശി തരൂരാണ്. കാരണം ശശി തരൂരിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലക്ക് നേരെയുള്ളൊരാക്രമണത്തിന് ഇപ്പം അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ തലയിൽ വെക്കുകയാണ്. ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യം ഞാൻ വ്യക്തമാക്കാം. ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു വ്യാമോഹവും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, പരിഹസിക്കുന്ന രൂപത്തിൽ തന്നെ. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടന എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, UDF-ൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണത്തെ പൊട്ടിച്ചു അദ്ദേഹം. അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമാണ്. അദ്ദേഹം പ്രകടിപ്പിച്ച വികാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല. അത് അദ്ദേഹം 2 ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ് അദ്ദേഹം ആ കാര്യം എടുത്തത്. അതിലൊന്നാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാപനമാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനലൈസ് സ്ഥാപനമാണ്. USA കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം വഴിയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ല CPIM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൊണ്ടുവന്നതല്ല. അതിലാണ് ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് 46% നിന്ന് 254% വർദ്ധിച്ചു എന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞത്. അത് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ അതുപോലെ തന്നെ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് DPIIT. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അവർ പറഞ്ഞതാണ് വ്യവസായ സൗഹൃദം എന്ന നിലയിൽ മുമ്പ് കേരളം 22ാം സ്ഥാനമായിരുന്നു, ഇപ്പോൾ 1ാം സ്ഥാനമാണ്. അപ്പോൾ ഇത് വന്നതോടുകൂടി ഇത് ആധികാരികമായിട്ടുള്ളൊരു രേഖ അദ്ദേഹം ഉദ്ധരിച്ചതാണ്, അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇത്. അത് വന്നതോടുകൂടി ഒരു ആധികാരികത്വം വന്നു ഇതിന്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്താ? കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര കുഴപ്പം ശക്തിപ്പെട്ടു. ഇനി ആ ആഭ്യന്തര കുഴപ്പം കൂടിയും വന്നു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനറിയാം, മുസ്ലിം ലീഗിനാണെങ്കിൽ ഒരു ദിവസം ഇനി ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല അവരുള്ളത്. അപ്പോൾ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ അവരാണിപ്പോൾ പോകുന്നത്. എങ്ങനെയെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ കഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരല്ല പോകുന്നത്, മുസ്ലിം ലീഗാണ് പോകുന്നത്. പിന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അവരെ പറ്റി പറയാ, കേരള പ്രദേശ് എന്ത് കോൺഗ്രസ്സാ? എന്ത് കോൺഗ്രസ്സാ അത്? അതെ, ഞാൻ പറഞ്ഞില്ലേ, കൂടോത്തര കോൺഗ്രസ്സാണത്. കൂടോത്തര കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില്ലറയായിട്ട് കണക്കാക്കരുത്. അത് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രശ്നം ഉണ്ടാകും. ഒരു 2-3 കൂടോത്തരക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഈ സാധനം ഒപ്പിച്ചിട്ട് KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിട്ടത് 1 വർഷം മുമ്പേ. ഇത് കണ്ടുപിടിച്ച സമയത്ത് സുധാകരൻ പറഞ്ഞെന്താണെന്നറിയോ? 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നത് എങ്കിൽ എൻ്റെ തല പൊട്ടി പോകുമായിരുന്നു, ഇപ്പം കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്.
യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ തോന്നലിൻ്റെ മുകളിൽ എന്തൊരു വൈറ്റാലിറ്റി ഉള്ള ഒരു മുഖമായിരുന്നു KPCC പ്രസിഡന്റിനെ. ഈ പരുവത്തിലേക്ക് എത്തിയത് ഈ കൂടോത്രയല്ലേ? അല്ല, അദ്ദേഹം വിശ്വസിക്കുന്ന അങ്ങനെയാണല്ലോ, അങ്ങനെ പറയുന്നതല്ല. ഇതാരാ നടത്തിയത്? ആരെ കൊണ്ടാണ് നടത്തിച്ചത്? ഈ പാർട്ടിയിൽ ഇതും നടക്കും, ഇതിനേക്കാൾ അപ്പുറവും നടക്കും. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കൊരു നേതൃത്വം ഇല്ല. കോൺഗ്രസിന് രാജ്യത്തിലെ ജനതയെ നയിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അതിജീവിക്കാൻ പറ്റില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും LDF ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് ശശി തരൂർ പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ആശങ്ക പൊതുവിൽ ജനങ്ങളിലുണ്ട് എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു ഇപ്പം നടന്ന ഗ്ലോബൽ മീറ്റ്. യാതൊരു ഞങ്ങളിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കതിന് പ്രശ്നമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞൊരു അമിതമായിട്ടുള്ള വിശ്വാസം, ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. അയാൾ പിന്നെ ഒരഭിപ്രായം പറയുന്നു, ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്നതിനെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് മാത്രം. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി നാളെ ഇതുവരെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം വളപൊട്ടുന്നത് പോലെ പൊട്ടിച്ചു അദ്ദേഹം. ആ ഭാഗത്തോടാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്.